എണീറ്റുള്ളൂ. ഒന്ന് പോയി ഫ്രഷ് ആവണം. വേണം നേരെ പോവുക. നമ്മൾ സ്കാഡ എഞ്ചിനീയറിന് ഒരു ഫോട്ടോ അയക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മെസ്സേജ് ഒന്നെന്ന് പറഞ്ഞു, ഇതും പോയി അയച്ചു കൊടുക്കണം. ഇന്ന് മാത്രമാണ് ഒരു വ്യത്യാസം, ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന്. അയ്യോ, ഇതിനെ പറ്റിയൊന്ന് വൃത്തിയാകണം, ക്ലീനാകണം. കാരണം നാളെ വെള്ളിയാഴ്ച രാവിലെ ആണെങ്കിൽ ടൈം അങ്ങനെ ശരിയാവണില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് വൃത്തിയാക്കണമെന്ന് ഞാൻ വിചാരിക്കും. നേരെ അങ്ങനെ വെളുക്കിടയില്ല. രാത്രി ഒരു 2:30 ആകുമ്പോൾ ഇറക്കി വൃത്തിയാക്കി അടിപൊളിയായി വൃത്തിയാക്കി. ഇന്ന് ഞാൻ പോയി കമ്പ്യൂട്ടർ നോക്കണം. അത് തന്നെ ജലദോഷം പിടിച്ച് തണുപ്പും നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രിക് ശലം കൂടി വന്നുകൊണ്ടിരുന്നു. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സൈഫ, അത് കുഴപ്പമില്ലാതെ ഇന്നലെ എങ്ങനെ ഇരുന്നു അതുപോലെ ഇരിക്കുന്നു. ലെവല് ഫുള്ളാണ്, പയ്യെ കുറഞ്ഞോളൂ. പയ്യെന്ന് പറഞ്ഞാൽ ഒരു 1-2 പോയിൻ്റൊക്കെ 1 മണിക്കൂറാകുമ്പോൾ പോകും. ഇതിൻ്റെ ഔട്ട്ലെറ്റ് സെയിം ആയിട്ട് ചെക്ക് ചെയ്യണം, വേറെ കുഴപ്പമില്ല. ഇനി ബാക്കി ഫുള്ളൊന്ന് 7 മണിക്ക് റീഡിങ് എഴുതി അവിടെ അങ്ങിരിക്കണം. അതെ, പിന്നെ ചിക്കൻ വയ്ക്കുന്നത് പാരറ്റി യെസ്. അയ്യോ, ഞാൻ വെച്ചു ബാക്കി എല്ലാം എഴുതട്ടോ. മല്ലി, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം കിട്ടാത്തതുണ്ടെന്ന് തോന്നുന്നു. റീസൺ മനസ്സിലാവാനില്ല. ഇതില ഇങ്ങനെ വരണത് ഇങ്ങനെയല്ലല്ലോ വരേണ്ടതില്ല. വേറെ നട്ടിട്ടുണ്ട്, അതിൻ്റെ ഇല നോക്കും. ഇങ്ങനെയല്ലേ വരേണ്ട. അത് ഭയങ്കര ഉണ്ടാ. ഇതുപോലെയാണ് മറ്റേത് വന്ന് കിടക്കണം. അത് പിന്നെ മണ്ണ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും അവിടുത്തെ. ഇതൊക്കെയാണ് ഹോബി. ഇപ്പോൾ ഉണ്ടാക്കി മറ്റേ പുല്ലൊന്ന് പുറത്ത് പോയി കാടയും പോയി, പണിയായി ഫുള്ള് പോയി. ചലാക്കി പൂരാ ചലാക്കി. ഞാൻ അടുത്ത് അല്ലേ ഇപ്പോൾ ഫോൺ എടുത്തുള്ളൂ, ചാർജ് ഇല്ലായിരുന്നു. ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അല്ലോണം വന്നത്, അല്ലെങ്കിൽ 1 മണി അടുപ്പിച്ച് 50 വരുള്ളൂ. അല്ല 12 മണിക്ക്. ഇനി പോയി ഫോട്ടോ ഒന്ന് എടുത്ത് അയച്ചു കൊടുക്കണം. ഫോൺ ഫുൾ ചാർജ് പോയി. ഞാൻ പുള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മാഞ്ഞുണ്ടല്ലോ നമ്മളെ വീട്ടിൽ, കാര്യം പറഞ്ഞ് കളിച്ചിരിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ സ്റ്റോക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ആപ്പിളിൻ്റെയൊക്കെ. പിന്നെ അടുത്ത് പോയി ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നത്. അത് തന്നെ പരിപാടി. കാർ റെഡിയായിരുന്നു, അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ തന്നെ എന്നെ വിളിച്ചത്. ഇപ്പോൾ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഒന്ന് ഫുള്ളൊന്ന് കഴിയും. ഇവിടെ പോകണ്ട, ഇതിനിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയണതുകൊണ്ട് ഇവിടെ പോകണ്ട. ക്ലോറിനേഷൻ 2 പോയി നോക്കണം. ഇപ്പം കഴുകാൻ പോകുന്നു. രാവിലെ ഇരുട്ടായതുകൊണ്ട് പിന്നെ ശരിയാവുന്നു. അതുകൊണ്ട് ഇപ്പം കഴുകി എങ്ങടാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എണീറ്റാലും കഴിയണം, ഇപ്പം കഴിവാണ്. ആദ്യം പോയി നേരം ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട്. ഇത് കുഴപ്പമില്ല, സെറ്റാണ്. ഇനി പഴയതും കൂടി പോയി നോക്കണം.
അയ്യോ തളം അത് സെറ്റാക്കി ഇനി അടുത്ത് പോയിട്ട് സപ്ലൈ അങ്ങ് ഇത് ചെയ്തിട്ട് ഒഴിക്കും കഴുകി അങ്ങ് ഇറക്കാം. അങ്ങനെ സെറ്റാക്കി കഴുകി ഇറക്കി ഇനി അവിടെ ഒതുക്കണം. വെള്ളം വെച്ച് ഒഴുക്കി വെള്ളം വെച്ച് ഒഴിച്ച് കഴുകി ഇറക്കി. സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കയറ്റണം, ഇതെടുത്ത് കളയണം, ഇവിടെ വൈപ്പറിട്ട് തുടയ്ക്കണം. നമ്മൾ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത ടീം വന്നു, അവരെ പോയി നോക്കട്ടെ. പോയി ചെറിയ വെള്ളമൊഴിച്ച് സെറ്റാക്കി ഇവർ പോയതിനു ശേഷം തമിഴ്നാട്ടിലുള്ള വെള്ളം ഒഴിച്ച് സെറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം എടുത്തിരിക്കുക. പിന്നെ അടുത്ത് നേരെ പോയി സൺസെറ്റ്, പിന്നെ അടുത്ത് ലൈറ്റൊക്കെ ഓണാക്കണം. അത് തന്നെ. അയ്യോ ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോയി. എന്തായിരുന്നു എന്തിനൊക്കെ ചെയ്തെന്ന്. ഇന്ന് രാവിലെ ഉറക്കെണീറ്റ് റെഡിയായി കയറി ജോലിക്ക് കയറി, പിന്നെ പാർട്ടി പോലെ ഫുഡ് കഴിച്ചു. പിന്നെന്താ ഇന്ന് ഇവിടെ വൃത്തിയാക്കി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ടീം വന്നു. ഇതിൻ്റെ ഇടയിൽ സ്കാഡ പോയി ഒരു സംഭവം നോക്കാൻ പറഞ്ഞ്, അത് ഇതുവരെ വന്നില്ലായിരുന്നു. ഇനി അടുത്ത് പോയി നോക്കണം വീണ്ടും ഒന്നും കൂടി. ഞാൻ അടുത്ത് ഒരു കോള് വിളിച്ച് പറയാമുണ്ട് ലെവലിൻ്റെ കാര്യം. ഇതെല്ലാം പോയിട്ട് അടുത്തൊരു സൺസെറ്റ് നോക്കാനുമുണ്ട്. ഡേ ഓഫ് ലാസ്റ്റ് ദ ഡേ ഓഫ് ലാസ്റ്റ്. അയ്യോ അതാണ് കാര്യങ്ങൾ. പോയി നോക്കട്ടെ. ലേറ്റായാൽ കാണാൻ പറ്റൂല എന്നൊരു പിടി. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോയത്. അടിപൊളിയായിരുന്നു. എൻ്റെ അറിവിലൊരു 3-4 മിനിറ്റും കൂടി വന്നിരുന്നെങ്കിൽ ചോപ്പിൻ്റെ അവിടെ കുറച്ചും കൂടി കിട്ടിയേനെ സൂര്യൻ. നല്ല ഭംഗിയുള്ള ദിവസമായിരുന്നു. പോട്ടെ. ഇപ്പുറത്തെ സൈഡ് അടിപൊളി കേട്ടോ കാണാൻ. മണ്ടേ കയറി അടിപൊളി വ്യൂ കിട്ടും. ഇനി ഈ സമയത്തൊക്കെ മെനക്കിടത് കേട്ടോ. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാകട്ടെ. എല്ലാം നോക്കണം. നമ്മളതിൽ ഒരു അൽഹൂബ് എന്ന് പറഞ്ഞൊരിതിൽ ശലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ ലെവൽ ഇത്തിരി കുറഞ്ഞു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. നമ്മളെ ലെവല് ഇനിയിപ്പം ഇതിലൊക്കെ അങ്ങ് അടിച്ചങ്ങ് തുറന്നാൽ മതി. ടൈപ്പ് ചെയ്തങ്ങ് തുറന്നാൽ മതി, വേറെ കുഴപ്പമില്ല. ബാക്കി സൈഫ ഇനി അവൻ നോക്കണം. തുറക്കണ്ട, എൻ്റെ പോളിസിയിൽ തുറക്കണ്ട, അങ്ങനെ എൻ്റെ ഇരുന്ന ഓടും. അത് ഇനി MBS മെയിൻ സ്ഥലത്തുള്ളവ ഇങ്ങനെ പറയൂ, അതനുസരിച്ച് അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഡ്യൂട്ടി ഇനിയിപ്പോൾ തീരെയല്ലേ, ഇനിയിപ്പോൾ തീരും. 1 മണിക്കൂറും കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി തീരും. അത് കുഴപ്പമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. എടുത്ത് ഒരു സ്ഥലം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വന്നിട്ടില്ല ഇതുവരെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഇനിയിപ്പോൾ ഞാൻ ലെവൽ കൂട്ടി വയ്ക്കും. 3.77 അത് കുഴപ്പമില്ല, ഉള്ളത് തന്നെയാണ്. അത് പ്രഷർ ഇല്ലായിരുന്നില്ല, അതിന് കുറവായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അത്ര കുറഞ്ഞത്. പിന്നെ അത് ശലം കൂടി ഇപ്പം ടൈപ്പ് ചെയ്താൽ ഇപ്പോൾ ഇത് കയറത്തുള്ളൂ. പിന്നെ ഇനി അത്ര തന്നെ. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരിക്കണം, ഗെയിം കളിക്കണം, അതൊക്കെ തന്നെ പരിപാടി. കുറച്ച് എഡിറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെ ഇന്ന് തന്നെ ഗെയിമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. ഇനിയിപ്പം മറ്റേ 7 ദിവസം മറ്റേ വാറിൻ്റെതല്ലേ, അതെല്ലാം എടുത്ത് അതും ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്.